ഹായ് തസ്നിംസ് ഫ്ലേവേഴ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ചെയ്യാൻ പോകുന്ന റെസിപ്പി ഒരു റോളും ചപ്പാത്തി അല്ലെങ്കിൽ പൊറോട്ട റോള് പിന്നെ ഒരു സാൻഡ്വിച്ചാണ്. നമുക്ക് ബാക്കി വന്നിട്ടുള്ള കറിയിലൊക്കെ ബാക്കി വന്നിട്ടുള്ള ചിക്കനൊക്കെ ഉണ്ടാവില്ലേ, ഒരു പീസ് 2 പീസ്, അത് വെച്ചിട്ട് ചെയ്യുന്നത്. ഏത് ഗ്രേവി ആയാലും കുഴപ്പമില്ല. എൻ്റെ അടുത്ത് ബാക്കി വന്നത് ചില്ലി ചിക്കൻ്റെ അങ്ങനെയുള്ള ഒരു ഗ്രേവി എന്നുള്ളതാണ്. ഞാൻ അതെടുത്ത് ചോപ്പ് ചെയ്തിട്ടാണ്. അപ്പോൾ നമുക്ക് എന്താണോ നമ്മുടെ അടുത്തുള്ള കഴുകൊന്നും വേണ്ട കേട്ടോ. കറിയിൽ നിന്ന് എടുത്തതാണ്, അതിലുള്ള മസാലയൊന്നും കളയൊന്നും വേണ്ട. അങ്ങനെ തന്നെ ചെറുതാക്കി മുറിച്ചിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. ഞാൻ ചെയ്തിട്ടുള്ളത് ഫ്രോസൺ പൊറോട്ട വെച്ചിട്ടാണ്. ഫ്രോസൺ പൊറോട്ട ഇല്ലെങ്കിൽ അല്ലെങ്കിൽ നമ്മുടെ സാധാരണ ചപ്പാത്തി മതി, അല്ലെങ്കിൽ ദോശയായാലും കുഴപ്പമില്ല. അപ്പം പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്നതാണ്. ഒരു ലെഫ്റ്റ് ഓവർ ചിക്കൻ വെച്ചിട്ട് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു റെസിപ്പിയാണ്. പിന്നെ ഞാൻ അതിൽ യൂസ് ചെയ്തിട്ടുള്ള മയോണൈസ് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു എഗ്ലെസ് മയോ നമുക്ക് അത്ര ഫ്ലേവർ അത്രയ്ക്ക് അങ്ങോട്ട് ടേസ്റ്റ് ഇഷ്ടമാവണമെന്നില്ല. കാരണം നമ്മൾ യൂസ്ഡ് ആയിട്ടുള്ള ഒരു ടേസ്റ്റ് അതല്ല. ഞാൻ അതിൽ കുറച്ച് റിക്വസ്റ്റ് ഉണ്ടായിരുന്നു, സ്പൈസി എഗ്ലെസ് സ്പൈസി മസാല കാണിക്കാൻ. അതിലുള്ള തന്തൂരി മസാലയാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. തന്തൂരി മസാല സൂപ്പറാണ്. അതാണ് ഞാൻ അത് വെച്ചിട്ടാണ് ഞാൻ ഇത് ചെയ്തിട്ടുള്ളത്. അതാണ് ഞാൻ അതിൽ സ്പ്രെഡായി കൊടുത്തിട്ടുള്ളത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള വേറെ ഏതെങ്കിലും കൊടുക്കാം. എന്തായാലും വളരെ ഈസിയാണ്, വലിയൊരു റെസിപ്പി ഒന്നല്ല. എന്നാൽ നമുക്ക് ലഞ്ചിനോ ഡിന്നറിനോ ഒക്കെ കഴിക്കാൻ പറ്റുന്നതാണ്. ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുക, അല്ലെങ്കിൽ യാത്രയിൽ അല്ലെങ്കിൽ ലഞ്ച് ബോക്സിൽ ഒക്കെ കൊണ്ടുപോകാൻ പറ്റുന്ന നല്ലൊരു റെസിപ്പിയാണ്. എൻ്റെ ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യാൻ താല്പര്യമുള്ളവരാണെങ്കിൽ ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്താൽ മതിയോ. അപ്പോൾ നോക്കാം അല്ലേ എങ്ങനെയാണ് ചെയ്യണേ. പാൻ നല്ല ചൂടായിട്ടുണ്ട്. ഇത് ഫ്രോസൺ പൊറോട്ടയാണ്. അപ്പോൾ ഹാഫ് കുക്ക്ഡാണ്. ജസ്റ്റ് നമുക്കൊന്ന് ചൂടാക്കി എടുക്കാം. സാധാരണ നമ്മൾ ഉണ്ടാക്കുന്ന പോലെ തന്നെ ഫ്രോസൺ പൊറോട്ട വാങ്ങിയിട്ട് ഇതിപ്പോൾ ചപ്പാത്തിയോ ദോശയോ എന്താ നമുക്ക് വീട്ടിൽ ഉള്ളതെന്ന് വെച്ചാൽ അത് വെച്ചിട്ട് തന്നെ ചെയ്യാം. ഞാനിപ്പോൾ ഫ്രോസൺ പൊറോട്ട ഇവിടെ ഉള്ളത് കൊണ്ട് അത് വെച്ച് ചെയ്യണമെന്നേ ഉള്ളൂ. വളരെ കുറച്ച് ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്തു. ഇത് പൊറോട്ട, സാധാരണ പൊറോട്ട നമ്മൾ വാങ്ങിയതാണെങ്കിൽ അത് വെച്ചിട്ടാണെങ്കിലും ചെയ്യാം. ദോശയാണെങ്കിൽ ദോശ വെച്ചിട്ട്, ചപ്പാത്തി ഇതായിട്ടുണ്ട്. ഇത് ചെറുതായിട്ടൊന്ന് നമുക്കൊന്ന് അടിക്കാം. പൊറോട്ട ആയതുകൊണ്ടാണ് ഇങ്ങനൊന്ന്. ചപ്പാത്തിയൊക്കെ ആണെങ്കിൽ പിന്നെ നമുക്ക് ഇങ്ങനെ നോക്കേണ്ട ആവശ്യമില്ല. ദോശയാണെങ്കിലും നല്ല ഫ്ലേക്കി ആയിട്ടുള്ള നല്ല പൊറോട്ടയാണ്. ഇത് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസത്തെ തന്തൂരി മയോ ആണ്. ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാം. ലൈറ്റായിട്ട് മതിയെങ്കിൽ ലൈറ്റായിട്ട്, കുറച്ച് സ്പൈസി ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് നന്നായിട്ട് ചേർക്കാം. ഞാനിപ്പോൾ ഇത് 1 ടേബിൾ സ്പൂൺ ചേർത്തിട്ടുണ്ട്. ചില്ലി ചിക്കൻ ഉണ്ടാക്കിയ കുറച്ച് പീസ് ബാക്കി വന്നതെന്ന് ഞാൻ എടുത്തതാണ്. അതിൻ്റെ എല്ലെല്ലാം കളഞ്ഞു ചെറുതാക്കി മുറിച്ചെടുത്തതാണ്. ഇതിന് പകരം എഗ്ഗ് വേണമെങ്കിൽ ചേർക്കാം. പ്രോണ് പോലെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ, ഫിഷ് എന്തെങ്കിലും ചേർത്താലും മതി. ഇതിനായിട്ട് നമ്മൾ ചിക്കൻ വേവിച്ച് ഉണ്ടാക്കിയെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇനി ഇതിപ്പോൾ ചില്ലി ചിക്കൻ്റെ യൂസ് ചെയ്യേണ്ടതേ ഉള്ളൂ. കറിയിലത്തെ ചിക്കൻ ആണെങ്കിലും കുഴപ്പമില്ല. ഞാൻ ഗ്രേവി കഴുകി കളഞ്ഞിട്ടൊന്നുമില്ല. പിന്നെ മുകളിലേക്ക് ചെറുതാക്കി മുറിച്ച സവാള,
ഇത് നിങ്ങൾക്ക് ഇനി കുറച്ചുകൂടെ സ്പൈസി ആക്കണം എന്നുണ്ടെങ്കിൽ പച്ചമുളക് ചേർക്കണമെങ്കിൽ ചെറുതാക്കി മുറിച്ചിട്ട് പച്ചമുളക് ചേർക്കാം. പെപ്പർ വേണമെങ്കിൽ പെപ്പർ ചേർക്കാം. കുറച്ച് ചീസ് വേണം ചേർക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെ ചേർക്കാം. എന്തായാലും കുഴപ്പമില്ല, നമ്മുടെ ഇഷ്ടത്തിന് ചേർക്കുന്ന ഒരു. ഇനി ഞാൻ കുറച്ച് ഒറിഗാനോ ചേർക്കാൻ പോവുകയാണ്. എനിക്ക് ഒറിഗാനോ ഫ്ലേവർ നല്ല ഇഷ്ടമാണ്. ഒറിഗാനോ ക്രഷ്ഡ് ചില്ലി വേണമെങ്കിൽ ചേർക്കാം. നമുക്കിത് റോൾ ചെയ്യാം അല്ലേ. ശരിക്കും നമുക്ക് സ്നാക്കായിട്ടോ അല്ലെങ്കിൽ ഈവനിങ് അല്ലെങ്കിൽ ഡിന്നറിനാണെങ്കിലും രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനാണെങ്കിലും ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. ഞാൻ യൂസ് ചെയ്ത ചില്ലി ചിക്കനാണ്. അത് വേണമെന്നൊന്നുമില്ല. നമുക്ക് കറിയിലെ ചിക്കൻ ആയാലും എന്തായാലും കുഴപ്പമില്ല. നമുക്ക് യാത്രയിലൊക്കെ കൊണ്ടുപോകാൻ പറ്റിയ ഒരു റോളാണ്. ബ്രെഡ് സ്ലൈസസ് വെക്കാം. കുറച്ച് ബട്ടർ. ക്വാണ്ടിറ്റി ഒക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് കുറച്ചോ കൂട്ടിയിട്ട് കുറച്ചിട്ടൊക്കെ വെക്കാം. അടുത്ത ചിക്കൻ ചെറുതാക്കി മുറിച്ചാണ്. കുറച്ച് ചിക്കൻ ബാക്കി ഉണ്ടായിരുന്ന പീസസ് മാത്രം എടുത്ത് ഞാൻ കഴുകി കളയൊന്നും ചെയ്ത കറിയൊന്നും കഴുകിയിട്ടൊന്നുമില്ല. ജസ്റ്റ് ആ ഒരു സ്പൈസോട് കൂടി തന്നെ അങ്ങ് സ്പ്രെഡ് ചെയ്യാം. സവാള സ്ലൈസ് ചെയ്തതാണ്. കുറച്ച് ചീസ്. ഏത് ചീസായാലും കുഴപ്പമില്ല. നിങ്ങൾക്ക് തക്കാളിയൊക്കെ ചേർക്കണമെന്നുണ്ടെങ്കിൽ തക്കാളി ചേർക്കാം. കുറച്ച് ടൊമാറ്റോ കെച്ചപ്പ് അല്ലെങ്കിൽ സോസ്. കുറച്ച് ഒറിഗാനോ അല്ലെങ്കിൽ മല്ലിയില ഏതായാലും കുഴപ്പമില്ല. ഇനി രണ്ടും ചേർക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെയും ചേർക്കാം. പച്ചമുളക് ചെറുതാക്കി മുറിച്ചത് അല്ലെങ്കിൽ ക്രഷ്ഡ് ചില്ലി. ഞാൻ ക്രഷ്ഡ് ചില്ലിയാണ് ചേർക്കുന്നത്. പീസ് അതിൻ്റെ മുകളിൽ വയ്ക്കാം. ഇതിപ്പോൾ റെഡ് ലൈറ്റാണ് വന്നിട്ടുള്ളത്. ഗ്രീൻ ലൈറ്റ് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ ലൈറ്റ് ഗ്രീൻ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നല്ല റെസിപ്പി അല്ലേ? ഇഷ്ടമായില്ലേ? ട്രൈ ചെയ്യും.